ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ. അപ്പോൾ നമുക്ക് പെരുന്നാളിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഒരു പാക്കറ്റ് പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാക്കറ്റ് പാലിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1/4 കപ്പോളം വരുന്നുള്ളൂ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോൺഫ്ലവർ മിക്സ് ആക്കിയ പാല് നമ്മൾ ആദ്യം എടുത്തു വെച്ച പാലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഗ്യാസ് സ്റ്റൗവിൽ വെക്കും മുമ്പാണ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടാ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച ഉടനെ തന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് നമുക്ക് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടെല്ലാം പോയതിനു ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂട് പോയതിനു ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മതിയാവും, അത്യാവശ്യത്തിനുള്ള മധുരം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടാ. ഇനി ഇതുപോലെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 രൂപയുടെ പാക്കറ്റാണിത്. അപ്പൊ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേറെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ പിസ്ത മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അനാറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആപ്പിള്, കറുത്ത മുന്തിരി, പിന്നെ പച്ചമുന്തിരി ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പുളി ഇല്ലാത്തത് വേണ്ടിട്ട് എടുക്കാനായിട്ട്. അപ്പൊ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാതും. പിന്നെ കുറച്ച് നട്ട്സ് ആണ്, അതിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇത്രയും ഫ്രൂട്ട്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത്രയും ഫ്രൂട്ട്സ്. ഇപ്പൊ 2 തരമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് 2 തരം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി കുറച്ച് കസ്കസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഈ ഒരു ചൂട് സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇട്ട് കൊടുക്കണ കാരണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അടിപൊളിയ ടേസ്റ്റ് ആണ് ഇട്ടത്. ഒരു പാക്കറ്റ് പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഇട്ടത്. അപ്പൊ ഈ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ഹൈപ്പും കൂടി ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്